നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതി ടീച്ചറുടെ കണ്ണീരു കണ്ട് സഹതാപം തോന്നിയതുകൊണ്ടെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. കേസുമായി ബന്ധപ്പെട്ട വിഷയം മുൻ MLA PT തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ തനിക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ. കൂലിയും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂരിലും ഒറ്റപ്പാലത്തും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. സമരം NREG വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് അംഗഭംഗം വരുത്താനാണ് BJPയുടെ പരിശ്രമമെന്ന് CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയം. കടയുടമയെയും CITU നേതാക്കളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ച വാക്കുതർക്കത്തിൽ കലാശിച്ചു. സ്ഥാപനത്തിനു മുന്നിൽ തൊഴിലാളികളുടെ പന്തൽ കെട്ടി സമരം തുടരുന്നു. മങ്കര കണ്ണമ്പരിയാരത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്ക്. അപകടം നടന്നത് ഇന്നു രാവിലെ 9:30-ഓടെ. കുളപ്പുള്ളി ആലിൻചുവട് കണയം റോഡിൽ ഇനി സുഖയാത്ര. നവീകരിച്ച പാത നാടിന് സമർപ്പിച്ചു. റോഡ് BMNBC നിലവാരത്തിൽ നവീകരിച്ചത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 കോടി രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. കോടതി പറഞ്ഞതുകൊണ്ടും കേസ് നടത്തിയതുകൊണ്ടുമല്ല മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചറോട് മാപ്പ് പറഞ്ഞതെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. ശ്രീമതി ടീച്ചർ കണ്ണീരോടെ പറഞ്ഞതോടെയാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു. ശ്രീമതി ടീച്ചറുടെ അഭിഭാഷകനാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ സമീപിച്ചതെന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കോടതി പറഞ്ഞതുകൊണ്ടും കേസ് നടത്തിയതുകൊണ്ടുമല്ല ഖേദം പ്രകടിപ്പിച്ചത്. ശ്രീമതി ടീച്ചർ കണ്ണീരോടെ പറഞ്ഞതോടെയാണ് ഖേദം പ്രകടിപ്പിച്ചതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട വിഷയം മുൻ MLA PT തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളാണ്. ഈ വിഷയം ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചു. ഇതിനെതിരെയാണ് തനിക്കും PT തോമസിനുമെതിരെ ടീച്ചർ കേസ് കൊടുത്തത്. തനിക്കെതിരായ കേസ് നിലനിൽക്കില്ല. PT തോമസ് പറഞ്ഞ കാര്യം താൻ ആവർത്തിക്കുകയായിരുന്നുവെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അരുൺകുമാർ അറിയില്ല, കാരണം കേസ് നടക്കുന്നത് കണ്ണൂരാണ്. പക്ഷേ ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തതാണ് ക്വാഷ് ചെയ്യാൻ, FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കേസാണ്. തീർന്നു പൊക്കോട്ടെ, ടീച്ചറുടെ വിഷമം മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഖേദപ്രകടനം, ഇതാണ് എൻ്റെ ഫാക്ട്. ടീച്ചറുടെ മനോവിഷമത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഏത് കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഞാനത് വളരെ ഇന്നുവരെ കേരളത്തിൽ ഒരാളും ചെയ്യാത്തൊരു മാതൃക ഖേദം ഞാൻ ചെയ്തു. അതിനെ ഞാൻ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ലെഫ്റ്റ് ഹാൻഡിലുകൾ അത് ഉയർത്തിക്കാട്ടിയപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പറയണ്ടേ. ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചത് കോടതി പറഞ്ഞിട്ടാണെന്ന്. അപ്പം ഞാനതിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ ഫേസ്ബുക്കിലിട്ടപ്പോഴാണ് പലർക്കും എന്താണ് നടന്നതെന്ന് അറിഞ്ഞത്. അവിടെ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നതിനോടൊരു അർത്ഥമില്ല. അവരുടെ മനോവധയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആരോ എല്ലാ സ്ഥലത്തും വാർത്ത കൊടുത്തത് ഞാൻ വാർത്ത കൊടുത്തിട്ടില്ല. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൊടുത്ത വാർത്തയിൽ ക്ലാരിറ്റി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയായതുകൊണ്ട് ഇതൊരു വിവാദത്തിനല്ല, ആ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഫേസ്ബുക്കിലിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കണ്ണമ്പരിയാരത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. മങ്കര വെസ്റ്റ് UP സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കും മറ്റൊരു സഹവിദ്യാർത്ഥിക്കും ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്കും പത്തിരിപ്പാല കോളേജ് പ്രിൻസിപ്പാൾക്കും ബൈക്ക് യാത്രക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിലും പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്ന് കാലത്ത് 9:30-ഓടെയായിരുന്നു സംഭവം. പാലക്കാട്ട് നിന്നും വരുന്ന പത്തിരിപ്പാല കോളേജ് പ്രിൻസിപ്പൽ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഇതിന്റെ പിറകിൽ വന്ന ബൈക്കും ഗുഡ്സ് വണ്ടിയിൽ ഇടിച്ച് തെറിച്ചു വീണു. ഗുഡ്സ് വാഹനത്തിന് പിറകിൽ 5 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. മങ്കര വെസ്റ്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണിവർ. അനിൽദാസ്, അനിരുദ്ധ്, ഷാഹിദ്, ആദിത്യ, അദ്വൈത്, പ്രത്യൂഷ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. NREG WU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് അംഗഭംഗം വരുത്താനാണ് BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ആരോപിച്ചു. തൊഴിലുറപ്പ് കൂലി 600 രൂപയാക്കുക, വർഷത്തിൽ 150 തൊഴിൽ ദിനങ്ങൾ നൽകുക, കൂലി കുടിശ്ശികയില്ലാതെ കൂലി ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്
NREG വർക്കേഴ്സ് യൂണിയൻ ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ആരോപിച്ചു. പദ്ധതിക്ക് അംഗഭംഗം വരുത്താനാണ് BJP പലയിടത്തും ശ്രമിക്കുന്നത്. ഈ രംഗത്തുനിന്ന് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ധാരണ, ഇന്ന് ഇന്ത്യയിലാകെ ദുർബലമായ നിലയിലാണെങ്കിലും ചിറകും കയ്യും കാലും ഒക്കെ അരിഞ്ഞു കളഞ്ഞ് അംഗവൈകല്യത്തോടു കൂടിയുള്ള ഒന്നാക്കി BJP അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി, അവന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ. ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ആകെ എടുത്താൽ വലിപ്പത്തിൽ ചെറുതായിരിക്കേണ്ടത്, വോട്ടിന്റെയും സീറ്റിന്റെയും ഒക്കെ കാര്യത്തിൽ ചെറിയ പാർട്ടിയായിരിക്കാം ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ. എന്നാൽ സാധാരണ മനുഷ്യന്റെ ജീവിതം അജണ്ടയാക്കിയിട്ടുള്ള, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന, സാധാരണക്കാരന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. M. നാരായണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ മുനിസിപ്പൽ സെക്രട്ടറി KN അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ഷൊർണൂർ വിജയൻ, യൂണിയൻ പ്രസിഡന്റ് CC ഉഷാദേവി, വൈസ് പ്രസിഡന്റ് സുധീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൂലി കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച്. NREG വർക്കേഴ്സ് യൂണിയൻ CITU നടത്തിയ മാർച്ച് CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ 150 ഉയർത്തുക, തൊഴിലുറപ്പ് വേതനം 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാലോ, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ അത് നമ്മുടെ രാജ്യത്ത് 2004 ഒന്നാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ ഗവൺമെന്റ്, ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് ആ ഗവൺമെന്റിന്റെ മുമ്പാകെ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഗവൺമെന്റിന് പിന്തുണ നൽകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 10 പരിപാടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ 10 പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നത്. യൂണിയൻ മുനിസിപ്പൽ പ്രസിഡന്റ് T. ലത അധ്യക്ഷത വഹിച്ചു. CPM പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C. മാധവൻ, ഒറ്റപ്പാലം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അബ്ദുൽ നാസർ, കൗൺസിലർമാരായ സബിത മണികണ്ഠൻ, TK രഞ്ജിത്ത്, P. കല്യാണി, C. ശോഭന, K. സുരേഷ് കുമാർ, യൂണിയൻ മുനിസിപ്പൽ സെക്രട്ടറി K. അജിത, U. രുക്മിണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എരുമപ്പെട്ടിയിൽ കഞ്ചാവ് വിൽപ്പനക്കാരായ 2 പേർ പോലീസിന്റെ പിടിയിൽ. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെയാണ് പെട്രോളിങ്ങിനിടെ പോലീസ് പിടികൂടിയത്. കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ 24 വയസ്സുള്ള ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് 26 വയസ്സുള്ള നൌഫൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പട്രോളിങ്ങിനിടെയാണ് ഇരുവരും പിടിയിലായത്. വെള്ളറക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തു നിന്നാണ് ജാബിർ പിടിയിലായത്. ഇയാളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനയ്ക്കായി ജാബിറിന് സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു നൽകുന്ന നൌഫലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൈങ്കുളത്ത് കഞ്ചാവ് വീടുകളുമായി യുവാവിനെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. പൈങ്കുളം അയ്യപ്പൻ എഴുത്തച്ഛൻ ബസ് സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന പുത്തൻ വീട്ടിൽ 21 വയസ്സുള്ള ശ്രീരാഗാണ് പോലീസിന്റെ പിടിയിലായത്. ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് നിന്നും 2 യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു. SI നിഖിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, CPO പ്രിൻസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വാറ്റാൻ പാകപ്പെടുത്തിയ 20 ലിറ്റർ വാഷ് കൈവശം വെച്ച യുവാവിനെതിരെ പട്ടാമ്പി എക്സൈസ് കേസെടുത്തു.
തിരുവേഗപ്പുറ നരിപ്പറമ്പ് മനിയേടത്ത് വീട്ടിൽ പ്രശാന്തിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എച്ച് വിനുവും സംഘവും നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ O നന്ദു, അനൂപ് രാജ്, സാം ജോസ്, ഉണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. കടയുടമയെയും CITU തൊഴിലാളി നേതാക്കളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ച തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു. ഒറ്റപ്പാലം ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലായിരുന്നു ചർച്ച. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽ ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ തൊഴിൽ നിഷേധം ആരോപിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU നടത്തിവരുന്ന കുടിൽകെട്ടി സമരം 10 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ലേബർ ഓഫീസർ തൊഴിലാളികളെയും സ്ഥാപന ഉടമയെയും ചർച്ചയ്ക്ക് വിളിച്ചത്. ഒറ്റപ്പാലം ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലായിരുന്നു ചർച്ച. കടയുടമയായ പ്രകാശൻ സിമന്റ് ചാക്കുകൾ കയറ്റിയിറക്കുന്നതിനായി കൺവെയർ ബെൽറ്റ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടത്. കൺവെയർ ബെൽറ്റ് ഉപയോഗിക്കുമ്പോഴും കയറ്റിറക്കിനായി അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചുമട്ടുതൊഴിലാളികളുടെ ആരോപണം. ഇവർ തൊഴിൽ കാർഡില്ലാത്തവരാണെന്നും ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തവരെ കൊണ്ട് ചുമടെടുപ്പിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് CITUവിന്റെ നിലപാട്. അതേസമയം കടയുടമ പ്രകാശൻ കോടതിയെ സമീപിച്ച് അനുകൂലമായ വിധി സമ്പാദിച്ചിരുന്നു. പിന്നീടാണ് തർക്കം രൂക്ഷമായത്. ഇതിനു പിന്നാലെ തൊഴിലാളികൾ കടയ്ക്ക് മുന്നിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചു. കടയുടമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തുകയും ചെയ്തു. തൊഴിൽ നിഷേധത്തിനെതിരെ CITU പ്രകടനവും പൊതുയോഗവും നടത്തി. ഇതിനിടയിലാണ് ജില്ലാ ലേബർ ഓഫീസറും ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ KM സുനിൽ ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചത്. രണ്ട് വിഭാഗങ്ങളും അവരവരുടെ നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. മെഷീൻ സംവിധാനത്തിന് പുറമേ വരുന്ന ജോലികൾ രജിസ്റ്റർ ചെയ്ത് ചുമട്ടുതൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യണമെന്ന ലേബർ ഓഫീസറുടെ നിർദ്ദേശം കടയുടമയും ഒപ്പമുണ്ടായിരുന്ന വ്യാപാരികളും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് ചർച്ച തർക്കത്തിൽ കലാശിച്ചത്. അപ്പോൾ ക്ഷേമ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്ന് ക്ഷേമ ബോർഡും ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനും കൂടിയായിട്ടുള്ള ജില്ലാ ലേബർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടികളുമായിട്ട് ക്ഷേമ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ സ്വീകരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പ്രക്ഷോഭ സമരങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തൊഴിലാളികളുമായിട്ട് കൂടിയാലോചിച്ച് സമരം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് വരിക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എഴുത്തു ലോട്ടറി ഓൺലൈൻ ചൂതാട്ടത്തിനെതിരെ ഒറ്റപ്പാലത്ത് ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു തൊഴിലും എടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ള തൊഴിലാളികളാണ് ഈ മേഖല തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന കാര്യത്തിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് അതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാതെ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് 1947 ആഗസ്റ്റ് 15 ശേഷം അധികാരത്തിൽ വന്ന 77 വരെ തുടർച്ചയായി അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റും പിന്നീട് ഇടവിട്ട അധികാരത്തിൽ വന്നിട്ടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല. യൂണിയൻ ഏരിയ പ്രസിഡന്റ് K സുശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KJ സുരേഷ് ബാബു, ഏരിയ സെക്രട്ടറി V മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N രാജൻ, KP ഹരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. എഴുത്തു ലോട്ടറി ഓൺലൈൻ ചൂതാട്ടം അവസാനിപ്പിക്കാൻ
ശക്തമായ നടപടിയുണ്ടാകണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നവീകരണം പൂർത്തിയായ കുളപ്പുള്ളി ആലിൻചുവട് കണയം റോഡ് നാടിന് സമർപ്പിച്ചു. ഷൊർണൂർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ വിനിയോഗിച്ച് BMNBC നിലവാരത്തിലാണ് റോഡ് നവീകരിച്ചത്. റോഡ് ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഉത്സവാന്തരീക്ഷത്തിലാണ് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നടത്തിയത്. P. മമ്മിക്കുട്ടി MLA റോഡ് നാടിന് സമർപ്പിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ കെല്ലിൻ്റെ എഞ്ചിനീയർ ഉണ്ണീസനും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇനി MR മുരളി ഉൾപ്പെടെയുള്ള ഈ വേദിയിൽ കൗൺസിലർമാരുണ്ട്, അതുപോലെ തന്നെ മുൻ കൗൺസിലർമാരുണ്ട്, പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരൊക്കെ. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം കെൽ പ്രൊജക്ട് മാനേജർ KK ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി, നഗരസഭാ വൈസ് ചെയർമാൻ P. സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ C. സന്ധ്യ, P. പ്രസാദ്, MK ശരത്, സിനി മനോജ്, ഷൊർണൂർ അർബൻ ബാങ്ക് ചെയർമാൻ M. സുരേന്ദ്രൻ, CPM ലോക്കൽ സെക്രട്ടറി N. ജയപാൽ, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്ത്, TY ഷിഹാബുദ്ദീൻ, KC സോമൻ, ജയൻ, PE സന്ദീപ് എന്നിവർ സംസാരിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ ചെലവഴിച്ചാണ് BMNBC നിലവാരത്തിൽ റോഡ് നവീകരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗസയ്ക്ക് ഐക്യദാർഢ്യവുമായി വെൽഫെയർ പാർട്ടിയുടെ നൈറ്റ് മാർച്ച്. വെൽഫെയർ പാർട്ടി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേപ്പറമ്പിൽ നടത്തിയ നൈറ്റ് മാർച്ച് കൗൺസിലർ M. സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് M. കാജ ഹുസൈൻ, ജില്ലാ കമ്മിറ്റി അംഗം P. ലുക്മാൻ, മുനിസിപ്പൽ പ്രസിഡന്റ് M. ഫൈസൽ, വൈസ് പ്രസിഡന്റ് P. അഫ്സൽ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. സലാം, S. മുഹമ്മദ് അലി തുടങ്ങിയവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലയിൽ നൈറ്റ് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ഷംസുദ്ദീൻ പത്തിരിപ്പാല, ഷിഹാബ്, നാസർ, ഇക്ബാൽ, സാദിഖ്, റഫീഖ് എന്നിവർ സംസാരിച്ചു. കോട്ടായി ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി നിതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. DPO MR മഹേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക P. രമണി സ്വാഗതവും PTA പ്രസിഡന്റ് VS നിതീഷ് നന്ദിയും പറഞ്ഞു. പറളി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 125 കുടുംബങ്ങൾക്ക് ബിരിയാണി കിറ്റും 12 കുടുംബങ്ങൾക്ക് വസ്ത്രവിതരണവും നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇല്യാസ്, സെക്രട്ടറി ഷാഫി അറക്കൽ, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ, കമ്മിറ്റി ഭാരവാഹികളായ മുസ്തഫ, ഫൈസൽ, അബ്ദുള്ള, അബ്ദുൾ റഷീദ്, നാസർ, അൽഫാൻ, ട്രഷറർ മുഹമ്മദ് റാഫി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ നിന്നും കാണാതായ യുവാവിനെ സ്ഥലത്തെ ഭൂതാട്ടുകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര ഗ്രാമം നെന്മനത്ത് പറമ്പിൽ 39 വയസ്സുള്ള ജയനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കഞ്ചേരി ഫയർഫോഴ്സും ചേലക്കര പോലീസും സംഭവസ്ഥലത്തെത്തി മൃതദേഹം കരക്കെടുത്തു. മേൽ നടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതി ടീച്ചറുടെ കണ്ണീരു കണ്ട് സഹതാപം തോന്നിയതുകൊണ്ടെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. കേസുമായി ബന്ധപ്പെട്ട വിഷയം മുൻ MLA PT തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ തനിക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ.
കൂലിയും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂരിലും ഒറ്റപ്പാലത്തും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച്. സമരം NREG വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് അംഗഭംഗം വരുത്താനാണ് BJPയുടെ പരിശ്രമമെന്ന് CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയം. കടയുടമയെയും CITU നേതാക്കളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ച വാക്കുതർക്കത്തിൽ കലാശിച്ചു. സ്ഥാപനത്തിന് മുന്നിൽ തൊഴിലാളികളുടെ പന്തൽ കെട്ടി സമരം തുടരുന്നു. മങ്കര കണ്ണമ്പരിയാരത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്ക്. അപകടം നടന്നത് ഇന്നു രാവിലെ 9:30-ഓടെ. കുളപ്പുള്ളി ആലിൻചുവട് കണയം റോഡിൽ ഇനി സുഖയാത്ര. നവീകരിച്ച പാത നാടിന് സമർപ്പിച്ചു. റോഡ് BMNBC നിലവാരത്തിൽ നവീകരിച്ചത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 കോടി രൂപ ചിലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.